പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നിങ്ങൾ വചനം പഠിക്കുവാൻ കാണിക്കുന്ന എല്ലാ ഉത്സാഹത്തിനും സ്വർഗത്തിലെ ദൈവം മാനിക്കട്ടെ, സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് ആണ്. അദ്ദേഹം ഇവാഞ്ചലിസം ആൻഡ് ഡിസിപ്ലിൻഷിപ്പ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി തുടർമാനമായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് രാത്രിയിലും തുടർന്നുള്ള ക്ലാസ് അദ്ദേഹം എടുക്കുന്നതായിരിക്കും. അദ്ദേഹം നമ്മോടൊപ്പം ഡാളസിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്റെ ക്ലാസ് ഇന്ന് കേൾക്കുന്ന എല്ലാവർക്കും, പിന്നീട് ഇത് യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹമായി തീരേണ്ടതിനായി നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ഇന്നത്തെ ഇതിന്റെ അനുഗ്രഹത്തിനായിട്ട് ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ ദൈവമേ ആകാപ്പെ ഹല്ലേലൂയ ബൈബിൾ ക്ലാസ്സിനായി ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഹല്ലേലൂയ ദൈവമേ ഞങ്ങളെ ലാലുവിലേക്ക് ദൈവമേ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഷാജി കെ ദാനിയേൽ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ക്ലാസ് എടുക്കുന്ന ദൈവമേ ഹല്ലേലൂയ ജോർജ് വർഗീസ് പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ ഞങ്ങൾക്ക് ഈ ക്ലാസ് ഹല്ലേലൂയ അനുഗ്രഹമായി തീരണമേ. ഹല്ലേലൂയ ബൈബിൾ കോളേജിൽ ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമേ ഹല്ലേലൂയ ദൈവജനങ്ങളെ ഞങ്ങൾ ഈ സമയത്ത് ഹല്ലേലൂയ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവമേ. പ്രത്യേകിച്ച് ഞങ്ങൾ സാർ ക്ലാസ് എടുക്കുമ്പോൾ അതൊക്കെ ഗ്രഹിക്കാൻ ഒരു കൃപ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ ഈ ക്ലാസ് ദൈവമേ ആദ്യോളന്തം ദൈവമേ അറ്റൻഡ് ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും ദൈവം പ്രാപ്തരാക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദൈവമേ ഹല്ലേലൂയ ലാലുപാസനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഒരു വർഷം കൂടെ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ ദൈവം കൊടുത്ത് ആയുസ് നീട്ടിക്കൊടുത്തതിന് നന്ദി പറയുന്നു പിതാവേ. ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ ഞങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ ദൈവമേ അധ്യാപകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദൈവമേ ഹല്ലേലൂയ ഷാജിക്ക് ദാനിയേൽ പാസ്റ്ററേയും ഹല്ലേലൂയ ഇന്ന് ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന ഞങ്ങളുടെ ദൈവമേ ഹല്ലേലൂയ സാറിനെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്താൽ ഞങ്ങളുടെ ക്ലാസ് അനുഗ്രഹമായി തീരണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ എല്ലാ വിഷയവും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. സമസ്ത വിഷയങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു സിസ്റ്റർ സുജ രാജു. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോർജ് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. സ്തോത്രം. Thank you, Larry Pastor. First of all, we wish you happy birthday and pray that God's blessings be upon you throughout this new year in your life. അതുപോലെ തന്നെ വേദിയിൽ കടന്നു വന്നിരിക്കുന്നതായ എല്ലാ ദൈവദാസി ദാസന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന വേളയിൽ അല്പം എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരും സുവിശേഷം പറയുവാൻ തക്കവണ്ണം നിങ്ങളെ ഒരുക്കമുള്ളവരാക്കി തീർക്കുകയും അതുപോലെ തന്നെ പല ആളുകളും വചനം പറയുന്ന വേളയിൽ അല്ലെങ്കിൽ നമ്മൾ സുവിശേഷം പറയുന്ന വേളയിൽ പല ചോദ്യങ്ങളും മറ്റും ഉണ്ടാകും. അപ്പോൾ അതിന് ചോദ്യങ്ങൾക്ക് മറുപടി പറയത്തക്ക നിലയിൽ ഒരുക്കം കൂടി ഉണ്ടായിരിക്കും. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചാണ്. ഇതിനു മുമ്പ് അഥവാ ആരെങ്കിലും ഇതിനു മുമ്പ് വന്നിട്ടില്ല എങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ 2-3-4 സ്ലൈഡ് ഞാൻ കാണിക്കുന്നത്. സുവിശേഷ ദൂതിൻ്റെ സാരാംശം, അതിൻ്റെ അന്തസത്ത എന്തായിരിക്കണം എന്നുള്ളത് ആയിരുന്നു നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഹൈലൈറ്റ്സ് വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒന്ന്, സത്യദൈവം ഒരുവൻ മാത്രം എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാകുന്നു എന്നുള്ളതായ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പാപം എന്താണ് എന്നുള്ളതായ അറിവ്, അല്ലെങ്കിൽ പാപത്തെക്കുറിച്ചുള്ളതായ അറിവ്, പാപം ചെയ്യാനുള്ളതല്ല, പാപം എന്താണ് എന്നുള്ളതായ അറിവ്, രക്ഷ അഥവാ പാപമോചനം യേശുക്രിസ്തു കൂടി മാത്രം ഉള്ളതാണ് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നു എന്നുള്ളതായ വിഷയം നമ്മൾ സംസാരിച്ചു. മാനസാന്തരം പാപമോചനത്തിന് ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ഒടുവിലായിട്ട് നാം ചിന്തിച്ചത് വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചുള്ള കാര്യമാണ്. അതുമായിട്ടുള്ള ബന്ധത്തിൽ 15 കാര്യങ്ങൾ സോഫാർ കഴിഞ്ഞ ആഴ്ചയിലും മറ്റും നമ്മൾ ചിന്തിച്ചു. ഓക്കെ, ഒന്ന് അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു. നീതിയുള്ള ന്യായാധിപതിയായ ദൈവം ശിക്ഷാർഹനായ ഒരു പാപിയെ ശിക്ഷാവിമുക്തനാക്കുന്നതോടൊപ്പം തന്നെ ദൈവം അവനെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുന്ന
ആ പ്രക്രിയയാണ് നീതീകരണം എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഷെയർ ചെയ്തു, ഒരാൾ രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷത്തിൽ തന്നെയാണ് നീതീകരണവും പ്രാപിച്ചിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതായതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് പോകുന്നില്ല. രക്ഷിക്കപ്പെട്ട ഒരു പാപിയെ ദൈവം നീതിമാനായി പ്രഖ്യാപിച്ചതിനാൽ പിശാചിന്റെ ആരോപണങ്ങളൊന്നും ദൈവം അംഗീകരിക്കുകയാണ്. നാലാമത്, നമ്മുടെ വിശുദ്ധീകരണവും നീതീകരണവും എല്ലാം നാം ക്രിസ്തുവിലായി തീർന്നതിനാൽ മാത്രം ലഭിക്കുന്നു. നാം ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നീതീകരണം ഒരിക്കലായി സംഭവിക്കുന്നുവെങ്കിൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ആ സമയത്ത് തുടങ്ങുകയും പിന്നീട് അത് പ്രോഗ്രസീവ് ആണ്. ഈസ് പൊസഷണൽ ആസ് വെൽ ആസ് പ്രോഗ്രസീവ്. ആ പൊസഷൻ എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവിലായിരിക്കുന്ന പദവിയിൽ നമുക്ക് ലഭിക്കുന്നതാണ് വിശുദ്ധീകരണം. അത് നാം ദൈവമക്കളായിരിക്കുന്നിടത്തോളം കാലം തുടരെ നാം വിശുദ്ധീകരണത്തിൽ മുതിർന്നു വരണം, വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. ന്യായവിധി സ്വയനീതീകരണം ദൈവം വെറുക്കുന്നു എന്നുള്ളതാണ്. സ്വയമായിട്ട് നമ്മൾ ദൈവം നീതീകരിച്ചു കഴിഞ്ഞാൽ ദൈവം അംഗീകരിക്കത്തില്ല. നീതീകരണം ലഭിക്കുന്നത് വിശ്വാസത്താലാണ്, നമ്മുടെ പ്രവൃത്തികളല്ല. നമ്മുടെ ഒരു പ്രവൃത്തികളാലും ദൈവസേന നീതീകരണം പ്രാപിക്കാനൊക്കത്തില്ല. ഏഴാമതായിട്ട്, ദൈവം അഭക്തനെ നീതീകരിക്കുന്നത് അവന്റെ വിശ്വാസത്താൽ മാത്രമായിരിക്കും എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. നീതീകരണം വരുവാനുള്ള ദൈവകോപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ആവശ്യമായിരിക്കുന്നു. നീതീകരണം യേശുവിന്റെ പുനരുത്ഥാനത്താൽ സാധ്യമാകുന്നു. നീതീകരണം ദൈവിക പരിജ്ഞാനത്താൽ ലഭിക്കുന്നു എന്ന് കണ്ടു. നീതീകരണം കൃപയാൽ മാത്രം നമുക്ക് സൗജന്യമായി ലഭ്യമാകുന്നു. അബ്രഹാമിന്റെ നീതീകരണത്തെ കുറിച്ച് ദൈവത്തിൽ പറഞ്ഞുകൊണ്ട്, താൻ ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ അവന് നീതിയായി കണക്കിട്ടു എന്നവിടെ പറയുന്നുണ്ട്. അബ്രഹാമിന്റെ നീതീകരണം മൂലം ജാതികളായ നമ്മൾക്കും നീതീകരണം ലഭിക്കുവാൻ ഇടയായി. സ്വയനീതീകരണം ദൈവിക നീതീകരണത്തിന് വിരുദ്ധമാണ്, ഘടകവിരുദ്ധമാണ്. 15ാമത് സംസാരിച്ചത് നീതീകരണം മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇവിടെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് പുതുതായിട്ട് തുടങ്ങുന്ന സെഷനിൽ ഒരു വിശ്വാസി ക്രിസ്തുവിൽ ആയിരിക്കുന്നതിനാൽ ക്രിസ്തു തന്നെയാണ് അവന്റെ നീതി എന്ന് ദൈവത്തിന്റെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു. സിൻസ് വി ആർ ഇൻ ക്രൈസ്റ്റ്, Christ himself becomes our righteousness. ഞാൻ ഇംഗ്ലീഷ് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ചില ആളുകൾ ഇംഗ്ലീഷിലൂടെ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്ന് ചില ആൾക്കാർ എഴുതിയ കാരണത്താലാണ് ഞാൻ ഇംഗ്ലീഷോട് അടിക്ക് എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 1:30 പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവിടെ പൊസിഷന്റെ കാര്യമാണ്. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു. അപ്പോൾ ദൈവം തന്നെ, യേശുക്രിസ്തു തന്നെ നമ്മുടെ നീതിയായി തീർന്നു എന്നുള്ളത് അവിടെ വ്യക്തമാണ്. നമുക്ക് സാധാരണ കോട്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് വേഴ്സ് ആണ് 2 കൊരിന്ത്യർ 5:21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശില് പാപം വഹിച്ചു. അവൻ പാപിയായ എന്നല്ല പറഞ്ഞേക്കുന്നേ, അവൻ നമ്മുടെ പാപം അവന്റെ മേൽ വഹിച്ചു. എന്തോ കാരണത്താൽ, എന്തിനു വേണ്ടിയാണ്? നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് വേണ്ടി. നമ്മുടെ പാപത്തിന്റെ ക്ഷമ പ്രാപിക്കുക മാത്രമല്ല, നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് വേണ്ടി. അത് ദൈവത്തിന് വലിയ എറ്റേണൽ ആയിട്ടുള്ള, നിത്യമായിട്ടുള്ള ആ ഉദ്ദേശത്തിൽ എറ്റേണൽ പർപ്പസ് ഉൾക്കൊള്ളുന്നതാണ്. ഗലാത്യ ലേഖനം 2:20 സാധാരണ നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗമാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ, മലയാളം വായിച്ചാൽ അല്പം ആശയമായിട്ട് അത്ര മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താൽ അത്രയും ജീവിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് ജീവിതം തുടങ്ങുന്ന വ്യക്തി തുടർന്ന് ജീവിക്കുന്ന വേളയിൽ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നത് കൊണ്ട് വിശ്വാസത്താൽ ജീവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദൈവപുത്രൻ പൂർണ്ണമായി വിശ്വാസം ഫലമേൽപ്പിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ്. ഒരിക്കലായി ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ഹു ലിവ്, ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ, ആൻഡ് ദ ലൈഫ് വിച്ച് ഐ നൗ ലിവ് ഇൻ ദ ഫ്ലഷ്
I live by the faith in the Son of God. അവിടെ ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം മൂലഭാഷയിൽ ഇറ്റ് ഈസ് ഇൻ ദി പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് ടെൻസ്. എന്താണെന്ന് ചോദിച്ചേക്കാം. പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലായിട്ട് ആ പ്രവൃത്തി നിർവഹിച്ചു കഴിഞ്ഞു. അതായത് ക്രൂശീകരണം. ആ ക്രൂശീകരണത്തിന്റെ ഭാഗമാണ് നാമം യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന വേളയിൽ പിൻകാല പ്രാബല്യത്തോടുകൂടി ദൈവം അത് അംഗീകരിക്കുകയാണ്. It has a lasting and present continuous ongoing effect. അതാണ് ആ ടെൻസിന്റെ പ്രധാനപ്പെട്ട അത്യാവശ്യം, സാരാംശം. ആ ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലായിട്ട് ആ പ്രവൃത്തി നിവർത്തിച്ചു കഴിഞ്ഞതിനാൽ അതിൻ്റെ ഇഫക്റ്റ് തുടരെയായിട്ട് ഉണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെട്ടത് അന്നേരം ഒരു പ്രാവശ്യം ലഭിച്ചത് ബെനിഫിറ്റ് അല്ല. അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായ സകല ആനുകൂല്യങ്ങളും സകല അനുഗ്രഹങ്ങളും തുടർമാനമായിട്ട് നാം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് സത്യമായിരിക്കുന്നത്. 17ാമത്തെ സംഗതി, ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടതിനാലാണ് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളത്. നമുക്ക് ദൈവസന്നിധി പ്രാഗൽഭ്യമില്ലെന്ന് പല ആൾക്കാർ പറയും. അത് പ്രാഗൽഭ്യമില്ലാതെ അവരുടെ തോന്നൽ കൊണ്ടുള്ള കുഴപ്പം കൊണ്ടാണ്. നാം ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ധൈര്യത്തോടുകൂടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയുമെന്ന് നിങ്ങളുടെ ഫോണ്, നിങ്ങളുടെ ഡിവൈസ് മ്യൂട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നീട് ചോദ്യം ചോദിക്കാനുള്ളതായ സാവകാശം പിന്നീട് ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കണമെന്നുള്ള ചെയ്താൽ മതി. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായുള്ള നിലയിൽ, അതാണ് ഒരു അറ്റേണി കോടതിയിൽ ചോദ്യം ചോദിക്കുന്നത് പോലെയാണ്. അറ്റേണി എന്ന് പറഞ്ഞാൽ ഡിഫൻസ് അറ്റേണി. അതിന്റെ പൗലോസിന്റെ റെറ്റോറിക്കൽ കേപ്പബിലിറ്റി എന്ന് കഴിഞ്ഞാൽ ഒരു വക്കീൽ എന്നുള്ളതായ നിലയിൽ വിദഗ്ധമായിട്ട് താൻ ചോദിക്കുന്നതാണ്. 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം 31-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഒരു സീരീസ് ഓഫ് ചോദ്യങ്ങളാണ്, ഒരു ചോദ്യങ്ങളുടെ ഒരു പരമ്പരയാണ്, ശൃംഖലയാണ്. അതിനെല്ലാം മറുപടി എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള മറുപടിയാണ്. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്, ആരും നമുക്ക് പ്രതികൂലമായിട്ടില്ല. അതാണ് അതിന്റെ മറുപടി. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായി നൽകിത്തരും എന്നുള്ളതാണ് മറുപടി. ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? ഇവിടെ ആരോപണം ചെയ്യുന്നതായ പിശാച് വരുന്നതായ വേളയിൽ പിശാചിനോടുകൂടെ ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? പിശാചിനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നെ കുറ്റാരോപണം ചെയ്യാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ നിനക്കൊരു ദൈവവൈതലിനെ കുറ്റാരോപണം ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ആ ദൈവവൈതലാണ്, നീതീകരിക്കപ്പെട്ടവനാണ്. ദൈവം ആൾറെഡി നീതീകരിച്ചു കഴിഞ്ഞു. അതാണ് പറഞ്ഞിരിക്കുന്നത്, നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? പിന്നീട് അതിന്റെ ഒടുവിലായിട്ട് ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചത് മാത്രമല്ല മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അപ്പം മരിച്ചത് കൊണ്ട് മാത്രമല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ, അത് മാത്രമല്ല ഇപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് കടന്നുപോയി ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നത് കൊണ്ട് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഒരു ഡിഫൻസ് അറ്റേണിയുടെയാണ്. യേശു ക്രിസ്തു നമ്മുടെ ഒരു ഡിഫൻസ് അറ്റേണി ആയിട്ട് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, പിശാചേ, നിനക്ക് ഒരു ദൈവപൈതലിന്റെ മേൽ നിനക്ക് ആരോപണം കൊണ്ടുവരാൻ ഒക്കത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നീതീകരണം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടുകൂടെ അടുത്ത് ചെല്ലുവാൻ കൊണ്ടുള്ളതായ മുഖാന്തരം ദൈവം ഒരുക്കി തന്നതാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി അടുത്ത ഒരു പുതിയ സെഷനിലേക്ക് നാം കടന്നു പോവുകയാണ്. നമ്മുടെ സുവിശേഷീകരണം നടത്തുന്നതായ വേളയിൽ, സുവിശേഷം പറയുന്നതായ വേളയിൽ ഒരു വ്യക്തിയെ ദൈവമകനായി അല്ലെങ്കിൽ ദൈവമകളാക്കി തീർക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതായ കാര്യത്തെക്കുറിച്ച്
ഉള്ള ചില കാര്യങ്ങളാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരു ലൈഫ് ഇൻഷുറൻസിന്റെ ഒരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ ആ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല, ഒടുവിലായിട്ട് ഒരു പോളിസിയിലേക്ക് ഒരാളിനെ ചേർക്കണം. അതാണ് അതിന്റെ അന്തിമ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. ഷൂസ് വിൽക്കുന്ന ഒരാളാണെങ്കിൽ ഷൂസിന്റെ കമ്പനിയുടെ കാര്യത്തെക്കുറിച്ചോ ഷൂസിനെ കുറിച്ചോ പറയുക മാത്രമല്ല, ഒടുവിൽ ആ ഷൂസ് അയാൾക്ക് വിൽപ്പന നടത്തിയിരിക്കണം. അല്ലെങ്കിൽ വൈകിട്ട് നമ്മുടെ കമ്പനിയെ അയച്ച ആള് ചോദിക്കും, ഇനി ഇത്രയും നേരം കമ്പനിയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഒരു ഷൂസ് പോലും വിൽക്കാനൊക്കാത്തത്? അതുപോലെ തന്നെയാണ് നമ്മൾ യേശുവിനെ കുറിച്ച് നമ്മൾ പറയുക മാത്രമല്ല, നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടി ആ ആളിനെ യേശുവിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ സുവിശേഷം പറയുമ്പോൾ കേൾവിക്കാരനെ രക്ഷയിലേക്ക് നയിക്കുന്നത് അതിപ്രധാനമായ ഭാഗമാണ്. അത് നാം മറന്നു കളയരുത്. എവിടെയോ ഒരു ഫീഡ്ബാക്ക് ചെറുതായിട്ടുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് മ്യൂട്ട് ചെയ്യുന്നത് സന്തോഷമായിരിക്കും. അത് നാം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി ആശ്രയിച്ച് സ്വന്തം കഴിവിലും വിവേകത്തിലും ഊന്നാതെ പ്രാർത്ഥനാ മനോഭാവത്തോടുകൂടെ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനം പറയാനായിട്ട് പോകുമ്പോൾ പൂർണ്ണമായി പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് വേണം പോകാൻ. നമുക്ക് കുറച്ച് വചനത്തിലുള്ളതായ കഴിവ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ ആൾ രക്ഷയിലേക്ക് കടന്നു വരാനൊക്കത്തില്ല. അത് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. യോഹന്നാൻ 1:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, സാധാരണ ആൾക്കാർ 12ാമത്തെ വാക്യം മാത്രം, അത് 12ാമത്തെ വാക്യം ഒരു പൂർണ്ണമായിട്ടുള്ള വാചകമല്ല. യോഹന്നാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് 11 മുതലാണ്. അവൻ, അതായത് യേശു, സ്വന്തത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ സ്വന്തമായി താൻ സൃഷ്ടിച്ചതായ ലോകത്തിലേക്ക്, അതാണ് ഡൊമൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹി കെയിം ടു ഹിസ് ഓൺ ഡൊമൈൻ. സ്വന്തമായവരോ അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വന്തം ജാതിയായ യഹൂദന്മാര് അവനെ കൈക്കൊണ്ടില്ല, അവനെ സ്വീകരിച്ചില്ല. മലയാളത്തില് വിട്ടുപോയൊരു പദപ്രയോഗമുണ്ട്, ബട്ട് എന്നുള്ളതായ പദപ്രയോഗം. സ്വന്തമായ ആൾക്കാര് കൈക്കൊണ്ടില്ല എങ്കിൽ തന്നെയും, അതാണ് എന്നാലെന്ന് ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത്. അത് ഒറിജിനലായിട്ട് അവിടെ പുസ്തകത്തിലുള്ളതല്ല, ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തതാണ്. എന്നാൽ അവനെ കൈക്കൊണ്ട്, അതായത് യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്നിട്ട് 13ാമത്തെ വാക്യത്തിൽ ആ ദൈവമക്കളായി തീരുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല. എവിടെയോ ഒരു ചെറിയ ഇന്ററപ്ഷൻ ഉണ്ട്. നിങ്ങൾ അതിന്റെ ഓഡിയോ എങ്കിലും മ്യൂട്ട് ചെയ്യണം ദയവായിട്ട്. ഓക്കെ. അവർ സ്വന്തം രക്തത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ പാരമ്പര്യം ഉണ്ടല്ല, നമ്മുടെ അപ്പന് ക്രിസ്ത്യാനി ആയിരുന്നു അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനി ആയെന്നുള്ളതല്ല. ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, അതായത് ഞങ്ങളുടെ മാതാപിതാക്കന്മാർ തീരുമാനിച്ചു എൻ്റെ മോന് ക്രിസ്ത്യാനി ആയിത്തീർന്ന് പള്ളി പോയി മാമോദിസമൊക്കെ അല്ല. ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്തെ ജനിച്ചത്. അപ്പോൾ വീണ്ടും ജന്മം പ്രാപിക്കുക എന്ന് പറയുന്നത്, ദൈവസന്തതിയായി തീരുക എന്നുള്ളത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാതെ സാധിക്കത്തില്ല എന്നാണ് യോഹന്നാൻ ഇവിടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ആളുകൾ സാധാരണഗതിയിൽ ഒരു മിഥ്യയുണ്ട്, ഞങ്ങള് ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന്. ഞാൻ പലപ്പോഴും ആളുകളോട് ചോദിക്കാം, ഞങ്ങൾ ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചതായതുകൊണ്ട്. ഞാൻ ചിലയിടക്കാർ ചോദിക്കാറുണ്ട്, ഇവിടെ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അത് ചിക്കൻ്റെ കോഴിയുടെ കാലും അതെല്ലാം വിൽക്കുന്ന കടയാണ്. ഞാൻ ചോദിച്ചു, നീ അവിടെ അതിനകത്താ ജനിച്ചെങ്കിൽ നീ കോഴിയാകുമോ? പള്ളിയിൽ ഒരു പ്രാവ് ജനിക്കുക, ആ പ്രാവ് ക്രിസ്ത്യാനിയായി തീരുമോ? അപ്പൊ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് നീ ക്രിസ്ത്യാനി ആകത്തില്ല. ക്രിസ്തുവിൽ ജനിച്ചെങ്കിൽ മാത്രമേ നീ ക്രിസ്ത്യാനി ആകത്തുള്ളൂ. അത് നമ്മൾ പറയാനായിട്ട് നമ്മൾ കഴിവുള്ളവരായിരിക്കണം. ഓക്കെ. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതിനെയാണ് പുതുതായി ജനിക്കുക എന്ന് പറയുന്നത്. അല്പം സവിസ്തരമായിട്ട് വിസ്തരിച്ച് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗം കുറച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും.
ദൈവത്തിൽ നിന്ന് ജനിച്ചവർ മാത്രം, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ മാത്രം ദൈവമക്കളായി തീരുമെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിക്കാത്തവർ ആരും ദൈവമക്കൾ അല്ല എന്നാണ് അവിടെ വ്യക്തമായിരിക്കുന്നത്. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നൊരു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്നാണ് ദൈവമക്കളായി തീർന്നത് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ വിശ്വാസം എന്തെല്ലാമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഉടനെ പറയും ഞങ്ങള് ഇന്ന ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്ത്യാനിയായി തീർന്നതെന്ന്. അന്നേരം അതിന് മറുപടി പറയാനായിട്ട് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അവരുമായിട്ട് ഗുസ്തി ഇടാൻ പോകണമെന്നല്ല പറഞ്ഞ്, ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാനായിട്ട് നമ്മൾ അറിവുള്ളവരായിരിക്കണം. ഓക്കെ. ദൈവവചനം ഏറ്റെടുക്കാത്ത മതഭക്തന്മാരായ യഹൂദന്മാർ, ഇതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. യഹൂദന്മാരായ ആളുകൾ വലിയ മതഭക്തന്മാരാണ്, യഹൂദ മതത്തിന്റെ ഭക്തന്മാരാണ്. അവരോട് യേശു പറഞ്ഞത് നിങ്ങൾ പിശാചിന്റെ മക്കൾ എന്ന് പറഞ്ഞു. ഓക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ചുമന്ന ഇതിൽ പറഞ്ഞിരിക്കുന്ന യേശു പറഞ്ഞിട്ടുള്ള ഭാഗം ഞാൻ ചുമന്നതിലാക്കിയെന്നേ ഉള്ളൂ, ചുമന്ന ഫോണ്ട് ആക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. ഒന്ന് ആലോചിച്ച് നോക്കണം. മതഭക്തന്മാരായുള്ള യഹൂദന്മാരോട് യേശു പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഇഷ്ടങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. 47-ാമത്തെ വാക്യം അതിന്റെ വേറൊരു ഭാഗം പറയുന്നുണ്ട്. ദൈവസന്തതിയാണെങ്കിൽ അവര് ദൈവവചനം കേൾക്കുന്നു, അവർ കേൾക്കുവാൻ താല്പര്യം കാണിക്കുന്നു. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായകൊണ്ട് കേൾക്കുന്നില്ല. അപ്പൊ മതഭക്തരായിട്ടുള്ള ആളുകളുടെ അടുക്കല് നിങ്ങളുടെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണ്ട, ഞങ്ങളുടെ വേദപുസ്തകം ഉണ്ടെന്ന് പറയും. പ്രീവിയസ് സ്ലൈഡ് നോക്കാമോ? അത് കണ്ടില്ലായിരുന്നു. പ്രീവിയസ് സ്ലൈഡ് എങ്ങനെ? പ്രീവിയസ് സ്ലൈഡ് നോക്കാം. പ്രീവിയസ് സ്ലൈഡ്, ഇപ്പോഴത്തെ അല്ല, അതിന് മുമ്പത്തെ സ്ലൈഡ്. ഇതാണ് നേരത്തെ ഉള്ള സ്ലൈഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പം ദൈവസന്തതി ആയവരുടെ ഒരു പ്രധാനപ്പെട്ട ഗുണവിശേഷം എന്ന് പറയുന്നത് അവർക്ക് ദൈവവചനം കേൾക്കുവാനുള്ളതായ താല്പര്യമുള്ളവരായിരിക്കണം. ഓക്കെ. ഇത് എല്ലാ കാര്യങ്ങളും തുറന്ന് നമുക്ക് വെട്ടിത്തിരിച്ച് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് ആയിട്ട് ഒഫൻഡ് ചെയ്യും. അപ്പം നമ്മുടെ മനസ്സിൽ അറ്റ്ലീസ്റ്റ് ഓർത്തിരിക്കണം. അഥവാ വചനത്തിലുള്ളത് പറയുകയാണെങ്കിൽ വചനം കേൾക്കാൻ താല്പര്യമില്ലാത്തവരെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയണോ എന്ന് ചോദിച്ചിട്ടേ പറയാവൂ. ഇല്ലെങ്കിൽ അവരെ കംപ്ലീറ്റ് ടേൺ ഓഫ് ചെയ്ത് പിന്നീട് നമുക്ക് കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാനൊക്കെ വരും. വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മളെ ആളുകളെ ഒഫൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആളുകളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തുടർന്ന് പറയാനൊക്കത്തില്ല. അല്ലാതെ അന്നേരം തുടർന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് എങ്ങും പോകാതെ വണ്ണം ഫലിക്കാതെ ആയിത്തീരും. അതുകൊണ്ട് 47-ാമത്തെ വാക്യത്തിൽ ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലാത്തതുകൊണ്ട് കേൾക്കുന്നില്ല. ഓക്കെ. വീണ്ടും ജനനം പ്രാപിക്കുന്നത് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് അനിവാര്യമാണ്. ഇറ്റ് ഈസ് ഇനെവിറ്റബിൾ. അതില്ലാതെ, വീണ്ടും ജനനം പ്രാപിക്കാതെ ദൈവരാജ്യത്തിൽ കടക്കാൻ ഒക്കുകയില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിരിക്കണം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 7-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യത്തിൽ ആമേൻ ആമേൻ. എന്തിനാ ഈ ആമേൻ ആമേൻ 2 പ്രാവശ്യം പറയേണ്ടത്? അരാമ്യ ഭാഷയിൽ ആ കൾച്ചറിൽ 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഷിമോനെ ഷിമോനെ എന്ന് പറഞ്ഞാൽ വളരെ ശൗലേ ശൗലേ, ഇതൊക്കെ പറഞ്ഞതിൻ്റെ മാർത്തെ മാർത്തെ, ഇത് പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാനാ പറഞ്ഞത്. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്നുത്തരം പറഞ്ഞു. നിങ്ങൾ പുതുതായി ജനിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പുതുതായി ജനിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് മസ്റ്റ്, ഗ്രീക്കിലും അതേ പദ്ധതി. ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. അത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. പുതുജനനം പ്രാപിക്കാതെ, വീണ്ടും ജനനം പ്രാപിക്കാതെ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇംഗ്ലീഷ് ബൈബിളിൽ
2 സ്ഥലത്ത് അവിടെ മസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ. അതിൽ ആദ്യത്തെ മസ്റ്റ് ഇവിടെയാണ്. യു മസ്റ്റ് ബി ബോൺ അഗൈൻ എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. ഓക്കെ, നിക്കോദെമോസിനോടാണ് സംഭാഷണം നടത്തുന്നത്. അപ്പോൾ യേശു ഒരു വ്യക്തിയുമായിട്ട് സംഭാഷണം ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. ഇതൊരു ഗ്രൂപ്പിനോട് പറയുന്നതല്ല, ഇത് 2 വ്യക്തികൾ തമ്മിലുള്ളതായ അഭിമുഖ സംഭാഷണമാണ്. ഓക്കെ, ആ നിക്കോദെമോസിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഒന്ന്, അയാളൊരു പരീശനാണ്. ചെറുപ്രായം മുതലേ അവന് മതഭക്തിയിൽ വളരുവാൻ തക്കവണ്ണം ഉള്ളതായ താല്പര്യത്തിൽ തൻ്റെ മാതാപിതാക്കന്മാർ അതിനെ വെൽ ട്രെയിൻ ചെയ്തിട്ടുള്ള ആളാണ്. 2, അവനൊരു യഹൂദ മതഭക്തനാണ്, എ ജൂയിഷ് ഡിവോട്ടി. ഓക്കെ, 3-ാമതായിട്ട് അവനൊരു അഡ്മിനിസ്ട്രേറ്റർ ആണ്, ഭരണകർത്താവാണ്. ഓക്കെ, 4, വയോധികനായ വൃദ്ധനായ ഒരു മനുഷ്യനാണ്. യേശു 30 വയസ്സ് അല്ലെങ്കിൽ 31 വയസ്സ്, 30 വയസ്സേ പ്രായം കാണത്തുള്ളൂ. യേശുവിന് അന്ന് 30 വയസ്സേ പ്രായം കാണത്തുള്ളൂ. മറ്റേത് ഒരു വയോധികനായ വ്യക്തിയാണ്. അപ്പം 5, അവൻ യഹൂദ അഡ്മിനിസ്ട്രേറ്റീവ് സംഘം എന്ന് പറയാം, സൻഹെദ്രീൻ സംഘത്തിന്റെ അംഗമാണ്. വലിയ പവർഫുൾ ആയിട്ടുള്ള മനുഷ്യനാണ്. അയാള് പഴയ നിയമത്തിന്റെ പണ്ഡിതനാണ്. അതായത് എബ്രായ ഭാഷയും പിന്നീട് ഗ്രീക്ക് ഭാഷയും ഒരുപോലെ കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള ആളാണ്. അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അയാളുടെ പേര് തന്നെ ഒരു ഗ്രീക്ക് പേരാണ്, നിക്കോദെമോസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഗ്രീക്ക് കൾച്ചറിൽ വളർന്നു വന്ന്, എന്നാൽ യഹൂദനാണ്, ഗ്രീക്ക് കൾച്ചറിൽ തന്നെ വളർന്നു വന്ന് ആ ഒരു ട്രെയിനിങ് ആണ് അവനുള്ളത്. അപ്പം അന്ന് കാലയളവിലുള്ളതായ എബ്രായ ഭാഷയിലുള്ളതായ പുസ്തകം പഴയ നിയമം മാത്രമല്ല, അത് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതായ സെപ്റ്റുജിന്റ് അതും അറിയാവുന്ന ആളാണ്. ഓക്കെ, 8, ആത്മീയമായ കാര്യങ്ങൾ താല്പര്യമുള്ളവരാണ്. എല്ലാ പരീശന്മാരും കപടഭക്തരാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇദ്ദേഹം കപടഭക്തനല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപടഭക്തനാണെന്ന് ചിന്തിക്കരുത്. അങ്ങനെയുള്ള നല്ല ശതമാനം ആൾക്കാർ കപടഭക്തം കാണിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതിലും അരിമത്തിക്കാരനായ യോസെഫ്, നിക്കോദെമോസ്, ഇവരൊക്കെ വാസ്തവമായി ദൈവത്തിന്റെ കാര്യത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകളാണ്. ഓക്കെ, ഇസ്രയേലിന്റെ ഉപദേഷ്ടാവ്, ദ ടീച്ചർ ഓഫ് ഇസ്രായേൽ, ടീച്ചർ എന്ന് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ യേശു പറഞ്ഞ യു ആർ ദ ടീച്ചർ. ഇസ്രായേലിന്റെ ഒരു ഉപദേഷ്ടാവാണ്. അവര് ഈ പഴയ നിയമം പുസ്തകങ്ങളും മറ്റും പഠിപ്പിക്കുന്ന ആളാണ്. അപ്പൊ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് യേശുവിന് നിക്കോദെമോസിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. അതെവിടെയാ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് പോകണം. ഓക്കെ, അതാണ് അതിന്റെ സന്ദർഭം എന്ന് പറഞ്ഞാൽ. ആ സന്ദർഭം അറിയാതെ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ കുഴപ്പമായി തരും. അവിടെ പറഞ്ഞിരിക്കുന്നത് പെസഹ പെരുന്നാളിൽ, ഇതിന്റെ 2-ന്റെ 23 മുതലുള്ളതാണ്. പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ, യെരുശലേമിൽ ഇരിക്കുമെന്ന് പറഞ്ഞാൽ യെരുശലേം ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യോഹന്നാന്റെ ഒരു പദപ്രയോഗമാണ് അടയാളം എന്ന് പറഞ്ഞാൽ, സൈൻ. യോഹന്നാൻ സുവിശേഷത്തിൽ മിറക്കിൾസ് എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചിട്ടേയില്ല. അതിന് പകരമായിട്ട് ഒരു സൈനാണ്. ആ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സംഗതി ഉണ്ട്. യേശു ദൈവമാണ് എന്നുള്ളത് കാണിക്കുവാൻ ചെയ്തിട്ടുള്ളതായ സംഗതിയാണ് യോഹന്നാൻ സുവിശേഷത്തിൽ ഈ അടയാളങ്ങൾ എന്ന് പറയുന്നത്. അവിടെ വീണ്ടും തുടങ്ങുന്നത് യേശു എന്നല്ല പറഞ്ഞേക്കുന്നത്, യേശുവോ. ആ ബട്ട് എന്നുള്ളതിന്റെ ഒരു ട്രാൻസ്ലേഷൻ ആണ് യേശുവോ. ജീസസ് ഡിഡ് നോട്ട് കമ്മിറ്റ് ഹിംസെൽഫ്. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. 25-ാമത്തെ വാക്യം അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് യാതൊരുത്തിന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. അപ്പം യോഹന്നാൻ സുവിശേഷം എഴുതുന്ന വേളയിൽ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതിന് ശേഷമാണ് നിക്കോദെമോസിനെ പരിചയപ്പെടുന്നത്. അതായത് വേദപുസ്തകം യോഹന്നാൻ സുവിശേഷം ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ടല്ല, അത് ഓർത്തിരിക്കണം. ഒറ്റ നീണ്ട പുസ്തകമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ ഈ വേദപുസ്തകം വായിക്കാവൂ. ഇത് ചാപ്റ്ററും
വേഴ്സസോ ഉള്ളത് നമ്മുടെ പഠന സൗകര്യത്തിന് വേണ്ടി പ്രയോജനമാണെങ്കിൽ തന്നെയും അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ആ ചാപ്റ്ററും വേഴ്സിന്റെ കാര്യത്തെക്കുറിച്ച് സ്കിപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, നിങ്ങൾ തുടച്ചു മാറ്റണം എന്നല്ല പറഞ്ഞേക്കുന്നത്, അത് മനസ്സിൽ. ഓക്കെ, പിന്നീട് അവിടെ മലയാളത്തിൽ വിട്ടുപോയൊരു സംഗതി, ഇംഗ്ലീഷിൽ ചില മിക്കവാറുമുള്ള നല്ല ട്രാൻസ്ലേഷനിൽ എല്ലാം നൗ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട സംഗതി, ഇത്രയും കാര്യങ്ങൾ മനുഷ്യനെ കുറിച്ച് അറിയാമെങ്കിൽ തന്നെയും വേറെ ഒരു വ്യക്തി, അതിപ്രധാനമായ ഒരു വ്യക്തി ഇവിടെ കടന്നു വന്നിരിക്കുന്നു. ആ വ്യക്തിയാണ് നിക്കോദെമോസ്. അയാളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പല പ്രമാണികളുണ്ട്. നിക്കോദെമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ എന്നുള്ളതായ പദപ്രയോഗത്തിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ അല്ല പുരുഷനാണ് എന്നുള്ളത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ അർത്ഥത്തിലെ അല്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആന്ത്രപ്പോസ് എന്നുള്ളത് മാനവജാതിയുടെ ഒരു പ്രതിനിധിയാണ്. അതാണ് ആന്ത്രപ്പോസ് എന്ന് പറഞ്ഞാൽ മാനവജാതിയുടെ മൊത്തമായിട്ടുള്ള ഒരു പ്രതിനിധിയാണ്. അപ്പം യഹൂദന്മാരുടെ പ്രമാണി മാത്രമല്ല, നിക്കോദെമോസ് ആരുടെ പ്രമാണിയുടെയാണ്? സകല മാനവജാതിയുടെയും മാനവകുലത്തിന്റെയും പ്രതിനിധിയായിട്ടൂടെയാണ് നിക്കോദെമോസ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് യോഹന്നാൻ അവിടെ എഴുതിയിരിക്കുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, പല കാരണങ്ങൾ കാണും, യേശുവായിട്ട് ഒരുമിച്ച് ഒരു സംഭാഷണം നടത്തണമെന്നുണ്ടെങ്കിൽ രാത്രി ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തനിക്ക് യഹൂദന്മാരുടെ മൊത്തമായിട്ടുള്ള ഒരു പബ്ലിസിറ്റി, പരസ്യം വേണ്ട എന്നുള്ളതായ നിലയിൽ രാത്രി ആയിരിക്കും. ഏത് കാരണത്താലാണെങ്കിലും രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, ഓർത്തോണം, പ്രായമുള്ളതായ ഒരു റബി, യേശു റബി ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇത്ര നാളത്തെ ട്രെയിനിങ് ഒക്കെ ആ ഒരു നിലയിൽ യഹൂദന്മാരുടെ കണക്കനുസരിച്ചുള്ളതായ ട്രെയിനിങ് ഒന്നും യേശുവിനില്ല. എന്നാൽ യേശു ഒരു ടീച്ചറാണ് എന്നുള്ളതായ സംഗതി താൻ അവിടെ അംഗീകരിക്കുകയാണ്. വേറൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു ഒരു നല്ല ഗുരുവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിനക്ക് ഒരു വ്യക്തിക്കും രക്ഷ ലഭിക്കുന്നില്ല. യേശു ക്രിസ്തു നല്ല ഒരു സോഷ്യൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി, ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ക്രിസ്ത്യാനികളുണ്ടെന്നുള്ളതാണ് കഷ്ടം. യൂദായെക്കുറിച്ച് ഇസ്കരിയോത്ത യൂദായെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന വേളയിൽ പുതിയ നിയമത്തിൽ ഒരിക്കൽ പോലും യൂദ യേശുവിനെ കർത്താവെന്ന് വിളിച്ചിട്ടില്ല. യൂദ എല്ലായ്പ്പോഴും റബി എന്ന് പറഞ്ഞാണ് സംബോധന ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂദ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ആൾക്കാർ ചോദിക്കും. യൂദ രക്ഷിക്കപ്പെട്ടതായിരുന്നുവെങ്കിൽ യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചതിന് അവൻ ഒരിക്കലും കർത്താവെ എന്ന് വിളിച്ചിട്ടില്ല. ഒറ്റ ഒരു പ്രാവശ്യം പോലും കർത്താവെ എന്ന് വിളിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ബന്ധത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. മഹാത്മാഗാന്ധി യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചിട്ടില്ല. മഹാത്മാഗാന്ധി സ്വർഗത്തിൽ കാണോ, അത് സ്വർഗത്തിൽ കാണോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തം, ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം. പക്ഷേ അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി ഒരിക്കൽ പോലും യേശു ഒരു നല്ല ടീച്ചറാണ് എന്നുള്ളതായ നിലയിൽ ടീച്ചറുടെ ഉപദേശങ്ങളുടെ ഭാഗങ്ങളൊക്കെ താൻ കോപ്പി ചെയ്തിട്ടുണ്ട്. നമ്മളിത് വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ സംഗതിയാണ്. യേശു ദൈവമാണെന്നും യേശു കർത്താവാണെന്നും അംഗീകരിക്കുന്നില്ല എങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടായി വന്നിരിക്കുന്നതെന്ന് ഞങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് സൻഹെദ്രിൻ സംഘത്തിലുള്ള ആൾക്കാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് താൻ ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്നോട് കൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ ഒരു സാധാരണഗതിയിൽ നമ്മുടെ പള്ളി സഭാ യോഗങ്ങളിൽ ഇതുപോലെയുള്ളതായ ഒരു സമുദായസ്ഥനായ ഒരു അച്ഛന് ഒരു സെമിനാരിയിൽ, വൈദിക സെമിനാരിയിൽ പഠിപ്പിക്കുന്ന ഒരാൾ നമ്മുടെ ചർച്ചയിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അടുത്ത പ്രസംഗത്തിനുള്ളതായ ഒരു സ്റ്റേജ് ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ അടുത്ത കൺവെൻഷൻ പ്രസംഗിക്കാൻ കൊടുക്കും. യേശു പറഞ്ഞിരിക്കുന്നത് അതൊന്നുമല്ല. നിനക്ക് ഇവിടെ നല്ല പൊസിഷൻ തരാമെന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. യേശുവിന് മറുപടി ശ്രദ്ധിക്കാം. 3-ാമത്തെ വാക്യത്തിൽ യേശു അവനോട് ആമേൻ, ആമേൻ എന്ന് പറഞ്ഞാൽ സത്യമായിട്ട്, വെരി ട്രൂലി, മോസ്റ്റ് അഷ്യൂർഡ്ലി, ഏറ്റവും ഉറപ്പോടുകൂടി ഞാൻ നിന്നോട് പറയുന്നു. നീ വന്ന സംഘത്തോട് പറയുന്ന ഒരു പ്രസ്താവന പിന്നീടുണ്ട്. ഞാൻ നിന്നോട് പറയുന്നു, നിനക്ക് വ്യക്തിപരമായിട്ട് ആവശ്യമായിരിക്കുന്നത് പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. ചില ആൾക്കാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ദൈവരാജ്യം കാണുക എന്ന് പറഞ്ഞിരിക്കും, ദൈവരാജ്യത്ത് കടക്കുക എന്ന് പറഞ്ഞിരിക്കുന്നതും രണ്ട് അനുഭവമാണ്.
ഇവിടെ ഈ കാണുക എന്നിരിക്കുന്ന അതേ പദപ്രയോഗം തന്നെ മരണം കാണുക. മരണം എങ്ങനെ കാണുന്നത്? ഈ കാണുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മരണത്തിൻ്റെ ദൈവരാജ്യം കാണുക, അതൊരു എക്സ്പീരിയൻഷ്യലി എൻജോയിങ് ഇറ്റ്. അനുഭവത്തിൽ ദൈവരാജ്യം അനുഭവിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം ബോൺ അഗെയിൻ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു വരികയാണ്. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? ഇപ്പം രാത്രിയിലെ അരണ്ട വെളിച്ചത്തിലാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത്. അപ്പോൾ നിക്കോദെമോസിന്റെ മുഖത്ത് ഒരു ചെറിയ പരിഭവം കാണും, കാരണം കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല. രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് പറഞ്ഞു. 5-ാമത്തെ വാക്യത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ നേരത്തെ ദൈവരാജ്യം കാണുവാനെന്ന് പറയുന്നതും കടപ്പാനെന്ന് പറഞ്ഞിരിക്കുന്നതും ഒരേ സംഗതി തന്നെയാണ്, അല്ലാതെ രണ്ട് സംഗതിയല്ല. നമ്മൾ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നത് നമുക്ക് പ്രസംഗത്തിന് വേണ്ടി വിഷയം കണ്ടുപിടിക്കാനല്ല, ടീച്ചേഴ്സിന് ബൈബിൾ പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. ദൈവത്തിന്റെ വചനം ആണ്. ദൈവത്തിന്റെ വചനം അവിടെ രണ്ടുപേർ തമ്മിലുള്ളതായ അഭിമുഖ സംഭാഷണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി യോഹന്നാൻ അവിടെ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ജഡത്തിന്റെ കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നിക്കോദെമോസിന് മനസ്സിലാകാത്തതായ ഒരു കാര്യമാണ് യേശു പറയുന്നത്. ജഡത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഇവിടെ ആത്മാവിനാൽ ജനിക്കുക എന്ന് പറയുന്നത് ഈ പുതുതായി ജനിക്കുന്നതിൻ്റെ ഒരു വിശദീകരണമാണ് യേശു പറഞ്ഞു വരുന്നത്. അത് അയാൾക്കൊരു ബൈബിൾ ക്ലാസ് അല്ലെങ്കിൽ വേദപഠന ക്ലാസ് നടത്തുകയാണ് എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. യേശു അവനോട് വീണ്ടും പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. 3-ാമത്തെ വാക്യത്തിൽ പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം അവിടെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അനോഥേൻ എന്നുള്ള പദപ്രയോഗമാണ്. അതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, ഉയരത്തിൽ നിന്ന് ജനിക്കുക. ഉയരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദപ്രയോഗം തന്നെ അനോഥൻ എന്നുള്ളതായ പദപ്രയോഗം പറഞ്ഞിരിക്കുന്നത് മേലിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ജനിക്കുന്നതായ ഒരു ജനനമാണ് എന്ന് അവിടെ വ്യക്തമായിട്ട് അവിടെ കാണുന്നുണ്ട്. അവിടെ പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരത്തിൽ നിന്ന് ഉള്ളതായ ജനനം. അതങ്ങനെ ഉയരത്തിൽ നിന്നുള്ളതായ ജനനം എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതായ വേളയിൽ ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആ ജീവൻ നഷ്ടപ്പെട്ട് പാപമുഖാന്തരം നഷ്ടപ്പെട്ട കാരണത്താൽ രണ്ടാമത് ഈ ആത്മാവ് അവനിൽ പ്രവേശിക്കാതെ യഥാർത്ഥത്തിൽ ജീവൻ ഉണ്ടാകാനൊക്കെയില്ല. യേശു അവനോട് പറയുന്നതും അത് തന്നെയാണ്. അതെന്താണെന്ന് ഞാൻ പിന്നെ വ്യക്തമാക്കാം. ഹി ഹു കംസ് ഫ്രം എബവ് ഈസ് എബവ് ഓൾ. അതാണ് യേശു ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം. അതിനെ യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ. യേശു എന്തിനാ ഇവിടെ വെള്ളത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നത്? അത് ജലസ്നാനത്തെക്കുറിച്ച് ചില ആൾക്കാർ പറയാറുണ്ട്. അത് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ കിടന്നായ വേളയിൽ ബ്രേക്കിംഗ് ദ സാക്ക് എന്ന് പറയുന്ന ബർത്തിന്റെ പ്രോസസ്സ് ആണ്. അങ്ങനെ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പറയാൻ ഒക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അങ്ങനെ ജനിക്കാത്ത ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ, വേദത്തിലുള്ള ആദാം. അപ്പൊ യേശു സാധാരണ ലോകത്തിൽ നടക്കുന്ന ഒരു സംഗതി നിക്കോദെമോസിനെ പറഞ്ഞൊരു കാര്യം എന്നാ? അപ്പൊ ആ ഒരു കാര്യത്തെക്കുറിച്ച് യേശു പറയാൻ യാതൊരു സാധ്യതയുമില്ല. രണ്ട് ആളുകൾ പറയാറുണ്ട് ജലസ്നാനത്തെക്കുറിച്ചാണ്. യേശു ജലസ്നാനത്തെക്കുറിച്ച് അവിടെ പറയുകയില്ല. കാരണം യോഹന്നാൻ പറഞ്ഞത് മാനസാന്തരത്തിന് ശേഷം അവരെ സ്നാനപ്പെടുത്തത്. യേശുവിന് വ്യക്തമായിട്ട് അറിയാം, യേശുവിന്റെ കാലയളവിൽ മാനസാന്തര സ്നാനമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത്
മാനസാന്തരപ്പെടാനല്ല, മാനസാന്തരപ്പെട്ടതിനാലുള്ളതായ ജലസ്നാനമാണ്. അപ്പൊ അത് ജലസ്നാനത്തെ കുറിച്ച് ആകാനുള്ള സാധ്യത. പിന്നെ എന്താണ് ഇതെന്ന് വെള്ളം എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഓക്കെ, വെള്ളം എന്നതിന് പല 3-4 വ്യാഖ്യാനങ്ങളുണ്ട്. വെള്ളം എന്നതിന് ദൈവവചനം എന്ന ഒരു വ്യാഖ്യാനമുണ്ട്. അത് 1 പത്രോസ് 1:23 എഫേസ്യർ 5:26 മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രൂഫ് ടെക്സ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, ഒത്തുവാക്യം. ഈ ഒത്തുവാക്യം എടുത്തുകൊണ്ട് വേദപുസ്തകം വ്യാഖ്യാനിക്കാനായിട്ട് വലിയ പ്രയാസമാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ വേദപുസ്തകം ദൈവം നമുക്ക് നൽകി തന്ന് ചില വാക്യങ്ങളെല്ലാം കൂടി ഇങ്ങനെ നൽകി തന്ന് നമുക്ക് ആ സൗകര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചേർത്ത് വെക്കാൻ വി ക്യാനോട്ട് ഡു ദാറ്റ്. ഈ ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സ് വേദപുസ്തക വ്യാഖ്യാനത്തെ കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്ന വേളയിൽ അത് ചെയ്യാൻ ഒക്കത്തില്ല. ഞങ്ങള് ബൈബിൾ സ്കൂളിൽ പഠിച്ച സന്ദർഭത്തിൽ ഈ അവിടെ പഠിക്കാൻ വന്ന നമ്മുടെ മലയാളി 1-2 സഹോദരന്മാര്, അവർക്ക് ലോകം മുഴുവൻ ഒന്ന് കറങ്ങി യാത്ര ചെയ്യണം എന്നൊരു താല്പര്യം ഉണ്ടായി. കാലിഫോർണിയയിലോ വന്നത്. ഇതാണത്തെ സംഭവം. അവര് എവിടെയോ ഒരു ഭാഗത്ത് വന്ന് പ്ലെയിൻ അങ്ങ് നഷ്ടപ്പെടുകയാണ് ചെയ്ത്. അപ്പം ദൈവത്തിന്റെ ഇഷ്ടം അറിയണം. അവർക്ക് വേദപുസ്തകം തുറന്നു നോക്കി ദൈവം തന്റെ മക്കൾക്ക് ഒരുക്കിയിരിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല ആ ഒരു വാക്യം അവർ പറഞ്ഞു, നമ്മൾ ദൈവത്തിന്റെ ഹിതപ്രകാരമാണ്. അത് കഴിഞ്ഞ ശേഷം വേറൊരു സ്റ്റേഷനിൽ വേറെ രാജ്യത്ത് ചെന്നായ വേളയിൽ അവിടെ വീണ്ടും പ്രോബ്ലമായി, പ്ലെയിൻ കണ്ടിന്യൂ ചെയ്യാതായി പോയി. വീണ്ടും അവർ വേദപുസ്തകം എടുത്ത് തുറന്നു നോക്കി. അവർ നോക്കി, ദുഷ്ടന്മാർ ആരും ഓടിക്കാതെ തന്നെ ഓടിപ്പോകും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ വേദപുസ്തകം തുറന്നു നോക്കുകയില്ല. ഈ വേദപുസ്തകം നമ്മുടെ സൗകര്യാർത്ഥം ഇങ്ങനെ തുറന്ന് വ്യാഖ്യാനിക്കുന്നതിന്റെ കുഴപ്പം ഇതാണ്. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പം കിട്ടിയെന്നിരിക്കും. ദയവ് ചെയ്ത് അങ്ങനെയല്ല ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ ഹിതം ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ പ്രാർത്ഥിച്ച് നേടേണ്ടതാണ്. ഓക്കെ, കെടുന്ന ബീജത്താൽ 1 പത്രോസ് 1:23 കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഈ ഭാഗവുമായിട്ടുള്ള ബന്ധത്തിൽ അത് വാലിഡ് ആണ് ഈ വാക്യം. കാരണം അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞിട്ടുള്ളതാണ്. എഫേസ്യർ 5:21 BSI എന്നവിടെ എഴുതിയിരിക്കുന്നത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ. നമ്മുടെ കയ്യിലിരിക്കുന്ന മഹാത്മാഗാന്ധി റോഡിൽ ഉള്ള അഡ്രസ് ഉള്ളതായ പുസ്തകത്തിനാണ് BSI എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. അവിടെ സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ബാപ്റ്റിസോ എന്നുള്ള വാക്കല്ല, ലൂട്രോൺ, കഴുക എന്നുള്ള അർത്ഥമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അത്ര ശരിയല്ല. അത് ശരിയായിട്ടായിരുന്നുവെങ്കിൽ ഇപ്രകാരം ജീവി എന്ന് പറഞ്ഞ എൻ്റെ ഇനിഷ്യലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ അവളെ വചനമാകുന്ന ജലത്താൽ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിന് എന്ന് തുടങ്ങി വേണം ആ ഭാഗം വായിക്കാൻ. അപ്പൊ ഈ 2 ഭാഗം വായിച്ചു കഴിഞ്ഞാൽ വെള്ളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണെന്ന് തോന്നിപ്പോകും. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, വെള്ളം എന്നതിന് ദൈവവചനം എന്ന് നിക്കോദെമോസ് എന്ത് ഗ്രഹിക്കണമെന്നാണ് യേശു ഉദ്ദേശിച്ചത്? നിക്കോദെമോസിന് ഈ 1 പത്രോസ് 1:23 അറിയത്തില്ല. യേശു പറയാനൊക്കത്തില്ല, നീ പോയി വെള്ളത്തെക്കുറിച്ച് മനസ്സിലാകുന്നില്ല 1 പത്രോസ് 1:23 വായിച്ചു നോക്കാം. കാരണം അന്ന് ഈ പത്രോസിന്റെ ലേഖനം എഴുതിയിട്ടില്ല, പൗലോസിന്റെ ലേഖനം എഴുതിയിട്ടില്ല. അപ്പം നമ്മൾ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കണം. എന്ത് അർത്ഥമാണ് നിക്കോദെമോസ് മനസ്സിലാക്കാനായിട്ട് യേശു ഉദ്ദേശിച്ചത് എന്ന് നാം വളരെ ശ്രദ്ധമായിട്ട് ചിന്തിക്കേണ്ടതാണ്. വെള്ളം എന്നതിന് നിക്കോദെമോസിന് പരിചയമുള്ള ഒരു ഭാഗമുണ്ട്. താൻ പഴയ നിയമ പണ്ഡിതനാണ്. യെശയ്യാ പ്രവചനത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. യെശയ്യാ പ്രവചനം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. യെശയ്യാ പ്രവചനം 44:3 ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട പ്രദേശത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ആ വെള്ളം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകൻ തന്നെ അവിടെ വ്യക്തമായിട്ടുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് എന്നുള്ളതായ അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിക്കോദെമോസിന് വ്യക്തമായിട്ട് അറിയാം. കാരണം യേശു അവനോട് പറയുന്നുണ്ട്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ട്, ഉപദേഷ്ടാവാണെങ്കിൽ വചനം അറിഞ്ഞെങ്കിലേ ഒക്കത്തുള്ളല്ലോ. ഓക്കെ, അപ്പം യെശയ്യാവ് വെള്ളം എന്നതിന് ആത്മാവ് എന്ന അർത്ഥത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു നിക്കോദെമോസിനോട് ചോദിച്ചത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും, അതായത് ഇത് അറിയുന്നില്ലയോ എന്ന് പറഞ്ഞാൽ യെശയ്യാവ് പറഞ്ഞതിന്റെ അർത്ഥം നീ നിനക്കറിയത്തില്ലയോ എന്നാണ് ചോദിക്കുന്നത്.
ചുമ്മാതെ എഴുതി വെച്ചിരിക്കുന്ന ചില വാക്കുകളുടെ കൂമ്പാരമല്ല. യേശു അവിടെ ചോദിക്കുന്നത്, നിക്കോദെമോസേ, നീ ഒരു വേദപണ്ഡിതനാണ്, നിനക്കറിയാവുന്ന ഒരു ഭാഗമുണ്ട് യെശയ്യാ പ്രവചനം, അതിന്റെ അർത്ഥം എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലയോ എന്നാണ് ചോദിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, വെള്ളം എന്നതിന് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ പിന്നീട് എഴുതിയിരിക്കുന്നത്, ഇപ്പം യോഹന്നാന്റെ സുവിശേഷം വിട്ടു കഴിഞ്ഞുള്ളതായ ഭാഗമല്ല നോക്കേണ്ടത്, യോഹന്നാന്റെ എഴുത്തിൻ്റെതായ ഒരു രീതിയുണ്ട്. യോഹന്നാൻ 7:37-39 പറഞ്ഞിരിക്കുന്നത്, ഉത്സവത്തിന്റെ ഒടുക്കത്തിൽ, നമുക്ക് എല്ലാവർക്കും പെന്തക്കോസ്തുകാരായ ആളുകൾക്ക് പൊതുവെ നമുക്കറിയാവുന്നതായ സംഗതിയാണ്, ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. നദികൾ എന്താണുള്ളത്? വെള്ളമാണ്. എൻ്റെ യെശയ്യാവ് 12:3 പറഞ്ഞിരിക്കുന്ന ആ ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. ഇതുമായിട്ടുള്ള ബന്ധത്തിലാണ് യേശു അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നിക്കോദെമോസ് വെള്ളം എന്നുള്ളതായ പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. 39-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ അത് ഈ വെള്ളം എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാ, അവൻ അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഇത് യോഹന്നാന്റെ എഡിറ്റോറിയൽ നോട്ടാണ്. യേശു അവിടെ പറഞ്ഞിരിക്കുന്നത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അതായത് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ വന്ന് താൻ തേജസ്കരിക്കപ്പെട്ടതിന് ശേഷമാണ്. ഓക്കെ, നാലാമത് നമ്മൾ നോക്കേണ്ടത്, വെള്ളം എന്നത് ആത്മാവ് എന്നാണെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും എന്ന് യേശു പറയാൻ കാരണം എന്താണ്? ഓക്കെ, വെള്ളം എന്നുള്ളതായ പദപ്രയോഗം ഞാൻ അല്പം അഡ്വാൻസ് ലെവലിലുള്ളതായ ഒരു സംഗതിയാണ് പറയുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം ഹുഡാറ്റോസ് എന്നുള്ളതായ പദപ്രയോഗത്തിന്റെ അതിന് ചില പ്രത്യേക ഗ്രീക്കിലുള്ളതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇത് നിങ്ങൾ എഴുതണമെന്നോ അത് അറിയണമെന്നോ പ്രത്യേകിച്ച് വെള്ളം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്തിരുന്നാൽ മതി. അത് ന്യൂട്രൽ നപുംസക ലിംഗമാണ്, സിംഗുലർ ഏകവചനമാണ്, ജനറ്റീവ് കേസാണ്. ആത്മാവ് എന്നുള്ളതിനും എക്സാക്ട്ലി ന്യൂമറ്റോസ്, ന്യൂമ എന്ന് പറഞ്ഞ വാക്കിന് അതാണ് നമ്മുടെ ബ്രത്ത് അല്ലെങ്കിൽ കാറ്റ്, ഇങ്ങനെ പല അർത്ഥങ്ങൾ വരും. ആത്മാവ് എന്നുള്ളതും എക്സാക്ട്ലി നിങ്ങൾ മുകളിലത്തെ ലൈൻ താഴത്തെ ലൈൻ നോക്കി കഴിഞ്ഞാൽ എക്സാക്ട്ലി സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെള്ളത്താലും ആത്മാവിനാൽ എന്ന് വരുമ്പോൾ ഗ്രീക്കില് വെള്ളത്താൽ, അതായത് രണ്ടാമത് പറയുന്നത് ആദ്യം പറയുന്നതിനെ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. വെള്ളത്താൽ, അതായത് ആത്മാവാകുന്ന വെള്ളത്താൽ. മറ്റ് ഉദാഹരണങ്ങൾ അതേ പദപ്രയോഗം തന്നെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്ന ഭാഗങ്ങളെല്ലാം എടുക്കുന്നില്ല. പരിശുദ്ധാത്മാവിലും തീയിലും ഇതിന് എക്സാക്ട്ലി സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും ഈ ഭാഗങ്ങളിലെല്ലാം ഇതേ ഗ്രീക്കിൻ്റെതായിട്ടുള്ള പദപ്രയോഗങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത് കാണും. അവിടെയെല്ലാം ഇതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൽ, അതായത് തീയാകുന്ന ആത്മാവിൽ, ഇടയന്മാർ അഥവാ ഉപദേഷ്ടാക്കന്മാരായ ഇടയന്മാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിട്ടുള്ള ഇടയന്മാർ എന്നുള്ള അർത്ഥത്തിൽ തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയും. അപ്പോൾ യേശു നിക്കോദിമോസുമായിട്ട് സംസാരിക്കുന്ന വേളയിൽ തൻ്റെ മുഖത്ത് ഒരു പരിഭവം, മനസ്സിലാക്കാൻ കഴിയില്ലാത്ത കാരണത്താലുള്ള പരിഭവം യേശു കണ്ടു. അതുകൊണ്ടാണ് വെള്ളത്താൽ എന്ന് പറയുമ്പോൾ, അതായത് ആത്മാവാകുന്ന വെള്ളത്താൽ എന്നുള്ള നിലയിലായിരിക്കണം യേശു പറഞ്ഞത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്നതിൽ നീ ആശ്ചര്യപ്പെടുന്നത്. അവൻ്റെ മുഖത്തൊരു ആശ്ചര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. ഡു നോട്ട് മാർവൽ ദാറ്റ് ഐ സെഡ് ടു യു. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സിംഗുലർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. SG എന്ന് പറഞ്ഞിരിക്കാൻ സിംഗുലർ, PL എന്ന് പറഞ്ഞാൽ പ്ലൂറൽ അഥവാ ബഹുവചനം. അപ്പം ഇവിടെ യേശു പറഞ്ഞിരിക്കുന്നത് പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൽ നിങ്ങൾ എന്ന് പറഞ്ഞ ആരൊക്കെയാ? നിക്കോദെമോസ് മാത്രമല്ല, നിക്കോദെമോസ് ഉൾക്കൊള്ളുന്നതായ സൻഹെദ്രിൻ സംഘം, തന്നെ അയച്ചതായ സൻഹെദ്രിൻ സംഘം, അത് മാത്രമല്ല താൻ പ്രതിനിധീകരിക്കുന്നതായ ഒരു മാനവരാശി, അവർ എല്ലാവരും പുതുതായി ജനിക്കണം.
അപ്പൊ യേശുവിന്റെ ആ പറച്ചിൽ വളരെ വ്യക്തമായിട്ടുള്ള അർത്ഥവ്യാപ്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കണം. ഇവിടെ ന്യൂമ എന്നുള്ളതായ പദപ്രയോഗം ഇവിടെ നമ്മൾ ശ്രദ്ധേയമായിട്ട് സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെള്ളത്തെക്കുറിച്ച് പിന്നീട് യേശു പറയുന്നില്ല. ഈ വെള്ളത്തിന് അത്രമാത്രം പ്രാധാന്യം ഉണ്ടെങ്കിൽ വെള്ളത്തെക്കുറിച്ച് വീണ്ടും യേശു ആവർത്തിച്ചേനെ. എന്നാൽ പിന്നീട് യേശു പറയുന്നത് കാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കാറ്റ് എന്നുള്ളതായ പദപ്രയോഗവും ന്യൂമ എന്നുള്ളതായ പദപ്രയോഗമാണ്. ആത്മാവ്, കാറ്റ് ഇഷ്ടമുള്ള, അത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം എന്താണ് എന്നുള്ളതാണ് യേശു അവിടെ പഠിപ്പിക്കുന്നത്. ആത്മാവ്, കാറ്റ് ഇഷ്ടമുള്ള, ആത്മാവെന്ന് പറയല്ല, അത് ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം ന്യൂമ എന്നുള്ളതാണ്. PNEUMA എന്നുള്ളതാണ്. പി സൈലന്റ് ആണ്, അതുകൊണ്ടാണ് ന്യൂമ എന്ന് എഴുതിയിരിക്കുന്നത്. കാറ്റ് ഇഷ്ടമുള്ളയിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ടാകുന്നതായ വേളയിൽ നിന്നിൽ എപ്രകാരമുള്ളതായ രൂപാന്തരമാകുന്നു, എങ്ങനെയുള്ളതായ രൂപാന്തരമാകുന്നു എന്നൊന്നും ചിലപ്പോൾ നിനക്ക് അറിഞ്ഞെന്ന് വരികയില്ല. അങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിക്കോദെമോസ് അവനോട് ഇത് എങ്ങനെ സംഭവിക്കും? വീണ്ടും അയാൾക്ക് ചോദ്യമാണ്. ഇത് വീണ്ടും ജന്മം പ്രാപിക്കുന്നതും ദൈവത്തിന്റെ വചനത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറയുന്ന, ദൈവത്തിന്റെ കാറ്റിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് പറയുന്ന ഇത് എങ്ങനെ സംഭവിക്കും? യേശു അവനോട് പറഞ്ഞില്ല, നീ വെറും ഒരു കാര്യം ഗ്രഹിക്കാൻ കഴിവില്ലാത്ത ഒന്നും പറഞ്ഞില്ല. കർത്താവ് അവന് മനസ്സിലാകത്തക്ക നിലയിൽ യേശുവിൻ്റെ അടുക്കൽ ചോദ്യങ്ങളുമായിട്ട് ചെല്ലുന്നതായ വേളയിൽ അതിന് നമുക്ക് തൃപ്തി വരുന്നതായ മറുപടി നൽകി തരുവാൻ തക്കണം. നമ്മുടെ ചോദ്യം സിൻസിയർ ആണെങ്കിൽ ദൈവം നമുക്ക് മറുപടി നൽകി തരും. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ട് നീ അറിയുന്നില്ലയോ? വീണ്ടും അവനെ അവിടെ ചോദിക്കുന്നത്, നീ തിങ്ക് ഇൻ ടേംസ് ഓഫ് വാട്ട് യു ഓൾറെഡി ഹാവ് ലേൺഡ്. നീ നേരത്തെ പഠിച്ചിട്ടുള്ളതായ, യഹൂദന്മാരെ പഠിപ്പിച്ചിട്ടുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക്. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ദൈവം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് നീ ചിന്തിച്ചു നോക്കാനാണ് പറയുന്നത്. വീണ്ടും പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. ഇവിടെ യേശു പറയുന്നൊരു പദപ്രയോഗമുണ്ട്, ഞങ്ങൾ. ഒരു പക്ഷെങ്കിൽ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് സ്വർഗത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല താനും. അതാണ് യോഹന്നാൻ 1:12 പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ലെന്ന് പറഞ്ഞാൽ യേശുവിന്റെ സാക്ഷ്യം അവർ കൈക്കൊണ്ടില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ സാക്ഷ്യം. ഇത് യേശു പറഞ്ഞിരിക്കുന്നത് സ്വർഗീയമായുള്ള ഒരു പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളതാണ്. ആ സ്വർഗീയമായുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ മതഭക്തി കൊണ്ട് മാത്രമൊക്കെയില്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് അവിടെ യേശു പറയുന്നത്. ഭൂമിയിലുള്ളത് വീണ്ടും നിങ്ങളോട് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട സംഗതി 13-ാമത്തെ വാക്യം നോക്കണം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്ന മനുഷ്യപുത്രനല്ലാതെ, മനുഷ്യപുത്രൻ എന്ന് പറയുന്ന യഹൂദന്മാർ മനസ്സിലാക്കുന്ന ഒരു ടെർമിനോളജിയാണ്. അത് മശിഹായെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ആരും സ്വർഗത്തിൽ കടന്നിട്ടില്ല. ഇവിടെ നിക്കോദെമോസിനോട് പറയുന്നത്, ഞാൻ കേവലം ഒരു ഗുരു മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വാസ്തവമായുള്ള സാക്ഷാൽ മശിഹായാകുന്നു എന്നുള്ളതായ സംഗതിയാണ് പറയുന്നത്. ഹല്ലേലൂയ. 14-ാമത്തെ വാക്യത്തില് ഇത് ഇപ്പോൾ സവിസ്തരം പറയാനുള്ളതായ സമയമില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഥവാ വീട്ടിൽ ചെന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയണമെങ്കിൽ സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചു നോക്കിയാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്നതായ മോശ പഴയ നിയമത്തിൽ ഒരു ടൈപ്പായിട്ട്, ഒരു നിഴലായിട്ട് പറഞ്ഞിരിക്കുന്നത്, മരുഭൂമിയിൽ വെച്ച് പിത്തള സർപ്പത്തെ ഉയർത്തിയത് മനുഷ്യപുത്രനെയും ക്രൂശിൽ ഉയർത്തുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ യേശുവിന്റെ നാമം ഉയർത്തുന്ന കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അന്ന് പാമ്പിന്റെ കടിയേറ്റ് മരിച്ചിട്ടുള്ളതായ ആളുകൾ അവർ ക്രൂശിന്മേൽ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷ ലഭിക്കും എന്നുള്ളതായ നിലയിൽ നോക്കി എന്നുള്ളതാണ് അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്.
അങ്ങനെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു. രണ്ടാമത്തെ മസ്റ്റാണ്. അപ്പോൾ യോഹന്നാൻ പറയുന്നത് വീണ്ടും ജന്മം പ്രാപിക്കുന്നത് അത്യാവശ്യമായിട്ടുള്ളതാണ്, അനിവാര്യമായിട്ടുള്ള സംഗതിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ് മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടണം. അല്ല, ക്രൂശിക്കപ്പെടുകയും മരിച്ച് അടക്കപ്പെടുകയും ഉയർത്തുന്നതും എല്ലാം ഒരുമിച്ചാണ്. ഈ ക്രൂശിക്കപ്പെടുന്ന വേളയിൽ ഉയർത്തുക എന്ന് പറയുന്നത് പേർഷ്യക്കാർ കണ്ടുപിടിച്ചാണ് ക്രൂശീകരണം. അത് ക്രൂശീകരണം മനുഷ്യർ ഭൂമിയിൽ തൊട്ട് കഴിഞ്ഞാൽ ഭൂമി പോലും ഒരു കുറ്റവാളിയുടെ കാലുകൊണ്ട് അത് അശുദ്ധമാകും എന്നുള്ളതായ നിലയിൽ ഭൂമിയിൽ നിന്ന് നിശ്ചിത 1-2 അടി ഉയർത്തി ആണ് അവർ ക്രൂശിക്കുന്നത്. അതാണ് ഉയർത്തേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ യേശുവിന്റെ നാമം ഉയർത്തുന്ന കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടി? 15-ാമത്തെ വാക്യത്തിൽ അവൻ വിശ്വസിക്കുന്ന ഏത് വ്യക്തിയും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ വീണ്ടും ജന്മം പ്രാപിക്കുക എന്ന് പറയുന്നതും നിത്യജീവൻ പ്രാപിക്കുന്നത് എന്ന് പറയുന്നതും എല്ലാം സെയിം തന്നെയാണ്. കർത്താവ് ക്രമാനുഗതമായി നിക്കോദെമോസിനെ പഠിപ്പിക്കുകയാണ്. 16-ാമത്തെ വാക്യം വായിച്ചതിന് ശേഷം ഈ സെഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മലയാളത്തിൽ വിട്ടുപോയൊരു പദപ്രയോഗമുണ്ട്, ഫോർ. ആ ഫോർ എന്ന് പറയുന്നത് 15-ാമത്തെ വാക്യമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഫോർ വിട്ട് കളഞ്ഞിട്ടാണ് മലയാളത്തിൽ എന്തിനാ അങ്ങനെ വിട്ടുകളഞ്ഞെന്ന് എനിക്കറിയത്തില്ല. കാരണം അതായത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പിന്നീട് പറഞ്ഞത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലവും തരാതിരിക്കുമോ എന്ന് ചോദ്യത്തിൻ്റെ അർത്ഥം നിശ്ചയമായി നൽകിത്തരുമെന്നാണ്. അപ്പം വീണ്ടും ജന്മം പ്രാപിക്കുക എന്ന് പറയുന്നത് അതിപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നുള്ളതായ സംഗതി സുവിശേഷം മറ്റുള്ളവരോട് പറയുന്ന എല്ലാവർക്കും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അത് പറയുവാൻ തക്കവണ്ണം നമുക്ക് ട്രെയിനിങ് ഉള്ളവരായി തീരണം എന്നുള്ളതാണ്. കർത്താവ് അനുവദിച്ചാൽ വരുന്ന ആഴ്ച ഇതിൻ്റെ തുടർന്നുള്ളതായ ഭാഗം പഠിപ്പിക്കുന്നതായിരിക്കും. ചോദ്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്ന സമയമാണ്. ഒരു സംശയം ഉണ്ടായിരുന്നു. പറഞ്ഞോട്ടെ. ഫാസ്റ്റ് പറഞ്ഞല്ലോ, വെള്ളത്താലും ആത്മാവിനാലും. അപ്പൊ ആത്മാവാകുന്ന വെള്ളത്തിൽ സ്നാനം എന്ന് പറഞ്ഞല്ലോ, അത് ക്ലിയർ ആയില്ലായിരുന്നു. ഓക്കെ, വെള്ളത്താൽ, അതായത് അതിൻ്റെ അർത്ഥം വ്യാഖ്യാനം പറയുന്ന വേളയിൽ നമുക്ക് ആ ഗ്രീക്കിൻ്റെ ടെർമിനോളജി വെച്ചാണെങ്കിലും നിക്കോദെമോസിന് മനസ്സിലാകുന്ന സംഗതികൾ വെച്ച്, നിക്കോദെമോസിന് വീണ്ടും ജനനത്തെക്കുറിച്ചോ അല്ലാതെ വെള്ളത്തിൽ സ്നാനപ്പെടുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പുള്ളിക്കാരൻ അത്ര വലിയ കൺസേൺ ഉള്ളതായ സംഗതിയല്ല. എന്നാൽ നിക്കോദെമോസിന് അറിയാവുന്ന ഒരു സംഗതിയുണ്ട്. വെള്ളം എന്ന് പറയുന്നത് യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വെള്ളം എന്ന് പറയുന്ന ആത്മാവാണ്. അപ്പോൾ യേശു തന്നോട് പറയുന്നതും നീ ഇസ്രായേലിൻ്റെ ഒരു ഉപദേഷ്ടാവായിരുന്നിട്ട് നിനക്ക് അറിയുന്നില്ലയോ എന്ന് പറയുമ്പോൾ വെള്ളം, അതായത് ആത്മാവാകുന്ന വെള്ളം, അത് മനസ്സിലാകത്തക്ക നിലയിൽ ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു പോവുകയാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകരുത്. വേറൊരു സംശയമാണ് അതിലെനിക്കുള്ളതേ. നമ്മൾ സുവിശേഷം പറയൂലോ, വ്യക്തികളോട് സുവിശേഷം പറയുമ്പോ നമ്മൾ പറയും, നമ്മളിങ്ങനെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവര് പറയും, അവര് അപ്പൊ പറയുന്നത് മാത്രമല്ല, നമ്മൾ അറിയുന്ന വ്യക്തികളാവുമ്പോൾ അവർ വളരെ വിശ്വാസമുള്ളവരായിരിക്കും. ജാതികൾ, അവര് നാമധേയ ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും അവര് കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവരായിരിക്കും, വളരെയധികം വിശ്വാസമുള്ളവരായിരിക്കും, പ്രാർത്ഥന ജീവിതം ഉള്ളവരായിരിക്കും, പല ദൈവത്തിന്റെ പല കാര്യങ്ങളും അവർക്കുള്ളവരായിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ അവരോടൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോ, ആ ഒരു അവധി വരുമ്പോ നമ്മൾ പറയും, അയ്യോ വചനം അത് തന്നെയാണ്, അതൊക്കെ കറക്റ്റ് ആണ്, പക്ഷെ എങ്കിലും വെള്ളത്താലും ആത്മാവിനാലും നമ്മൾ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ സാധിക്കില്ല നമ്മൾ അവരോട് പറയൂലോ. അപ്പൊ അവര് പറയും, നമ്മളത് പറയുമ്പോ അത് അതിന്റെ ഒരു മനസ്സിലാവും. ശരി തന്നെയാണ്. ഞാനും മാർത്തോമ ബാക്ക്ഗ്രൗണ്ട് തന്നിട്ടുള്ളതായ ഈ ന്യായങ്ങളൊക്കെ ചെറുപ്രായത്തിലെ ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളതായ സംഗതിയാണ്, എനിക്കറിയാം. അപ്പം ആളുകൾ പറയുന്ന വേളയിൽ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. നമ്മള് ഈ യേശു പറയുന്നത് കള്ളമായിട്ടുള്ള കാര്യങ്ങൾ പറയുമോ എന്ന് നമുക്ക് ചില സന്ദർഭങ്ങൾ നമ്മൾ ചോദ്യത്തിന് ചോദ്യങ്ങളൊക്കെ തുള്ളൂ. ആരും പറയത്തില്ല യേശു കള്ളം പറയുമെന്ന്. അപ്പൊ യേശു വീണ്ടും ജന്മം പ്രാപിച്ചെങ്കിലേ ദൈവരാജ്യത്തെ കാണാൻ ഒക്കത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനപ്പുറമായിട്ട് വേറെ വഴിയുണ്ടെന്നാണോ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ പറയുന്നത് എന്ന് നമ്മൾ ചോദിക്കണം. നമ്മൾ ഒരു സ്നേഹത്തിന്റെ ആത്മാവില് ഒരു
ചോദ്യത്തിന് മറുചോദ്യമായിട്ടോ മറ്റോ ചോദിച്ച് അവരെ സത്യത്തിലേക്ക് നയിക്കത്തക്ക നിലയിലുള്ള സംഭാഷണമായിരിക്കണം. അതെ 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 അതെ. അപ്പൊ പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. നമ്മൾ ഭക്തിയുടെ അടിസ്ഥാനത്തിലല്ല. ഇപ്പം രോഗസൗഖ്യം പ്രാപിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ടെന്ന് അർത്ഥമൊന്നുമില്ല. ഇല്ല. രോഗസൗഖ്യം പ്രാപിക്കുന്ന കർത്താവ് ക്രൂശിൽ മരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ വിശ്വാസം കൊണ്ട് ലഭിക്കുന്നുള്ളതാണ്. പക്ഷേ രോഗസൗഖ്യം പ്രാപിച്ചവർ യേശുവിനെ രക്ഷാവായി സ്വീകരിക്കണം എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. രോഗസൗഖ്യം പ്രാപിച്ചുകൊണ്ട് അത് നമ്മുടെ മിടുക്കൊണ്ടൊന്നും അല്ല, ദൈവത്തിന്റെ മിടുക്കൊണ്ട് സംഭവിച്ചതാണ്. ഞാൻ പറഞ്ഞത് ചോദിച്ച ചോദ്യത്തിന് മനസ്സിലാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയുന്നില്ല. അങ്ങനെയല്ല, നമ്മൾ സുവിശേഷം പറയുമ്പോ അവര് നമ്മളോട് കർത്താവിനെ കുറിച്ച് പറയാൻ അവർക്ക് വീണ്ടും ജനനം എന്ന് പറയുന്നത് ആൾക്കാരെ ഒരുവിധം ആളുകൾ മുഴുവനും സ്വീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മളെ എത്തിക്കും അവര് വചനത്തിലൂടെ അവര് പഠിച്ച ആ ഒരു പാരമ്പര്യത്തിലൂടെ നമ്മളെ അവര് പിടിച്ചു നിർത്തുമ്പോ നമുക്ക് വിഷമാവുമല്ലോ. അയ്യോ അങ്ങനെയല്ലല്ലോ, വെള്ളത്താൽ ആത്മാവിന് ബുദ്ധായി ജനിച്ചില്ലെങ്കിൽ അങ്ങനെ ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റില്ലല്ലോ എന്ന് നമ്മള് അവരോട് പറയണത് ഈ നമ്മൾ സാധാ വെള്ളമാണോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയണതേ നമ്മള് ഈ വെള്ളത്താൽ വെള്ളത്തെ സ്നാനത്തെ കുറിച്ചുള്ളതായ ഉപദേശങ്ങൾ വേറെ ഉണ്ട്, അത് വേറെ സമയത്ത് പറയേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വീണ്ടും ജനനം പ്രാപിക്കുന്നതിനെ കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന 1:12 പറഞ്ഞിരിക്കുന്നത് ദൈവമക്കൾ അവനെ സ്വീകരിച്ച് ദൈവമക്കളായി തീർന്ന കാര്യത്തെ കുറിച്ചാണ്. പിന്നെ യോഹന്നാൻ 3-ാമത്തെ അധ്യായത്തിൽ വരുന്നതായ വേളയിൽ ആ ദൈവമക്കളായിത്തീരുന്നത് എങ്ങനെയാണെന്നുള്ളതായ സംഗതി നിക്കോദിമോസിനെ ഒരു ഉദാഹരണമായിട്ട് വെച്ചതിന് ശേഷം യോഹന്നാൻ അവിടെ എഴുതുകയാണ്. അപ്പൊ നമ്മുടെ ഉദ്ദേശവും അത് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെ ഈ മറുചോദ്യങ്ങളും ഒക്കെ വരുന്ന ഒരു സമയത്ത് ഞാൻ ആൾക്കാരുമായിട്ട് ഡിബേറ്റ് ചെയ്യാനായിട്ട് പോയി ഒരു ഗുണം ഉണ്ടായിട്ടില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് വേറൊരാളുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥനയിൽ നമ്മുടെ ഐക്യതയുള്ള ഒരാളെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആളിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം, നമ്മൾ ദൈവവചനം പറയുന്ന വേളയിൽ നിശബ്ദമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന്. ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ദൈവം പലപ്പോഴും ഈ വേണ്ടാത്തതായ ചോദ്യങ്ങളൊക്കെ ആളുകളുടെ ഹൃദയത്തിൽ വരാതെ വണ്ണം പലപ്പോഴും അവോയ്ഡ് ചെയ്ത് വരും. അഥവാ എന്തെങ്കിലും പൂർണ്ണമായിട്ടുള്ള റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ നമ്മൾ ആർഗ്യുമെന്റ് ചെയ്യാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് സൗമ്യതയുടെ ആത്മാവിൽ നമ്മൾ പോകാവും. കാരണം പിന്നീട് ഇവർ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അത് എനിക്കൊരു സന്തോഷമായി, പിന്നീട് എനിക്ക് വീണ്ടും ദൈവത്തിന്റെ വചനം കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് അവർ നമ്മളെ ക്ഷണിക്കും. ഒരുപാട് ദൈവം സഹായിക്കട്ടെ. ഇത്രത്തോളം അനുഗ്രഹമായി നമ്മുടെ ക്ലാസ്സുകൾ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണം ഉണ്ടായിരിക്കണം. നാളെ വൈകിട്ട് കർത്താവ് സഹായിച്ചാൽ കർത്താവിന്റെ ദാസൻ മാത്യു പി തോമസ് തിയോളജി എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ഇപ്പൊ നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. കർത്താവിന്റെ ദാസൻ ഗുജറാത്തിൽ നിന്ന് ബ്രദർ ജോൺസൺ പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ ഷാജി കെ ഡാനിയൽ ആശീർവാദം പറയുകയും ചെയ്യും. ജോൺസൺ ബ്രദർ ഉണ്ടോ? എന്നാൽ പാസ്റ്റർ ഞങ്ങളുടെ ദാസന് കൂടെ കർത്താവേ ദൈവവചനം ഹല്ലേലൂയ ആധികാരികമായി സംസാരിച്ചതായി നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വചനത്തിന്റെ ൂടെ നടികളോട് സംസാരിക്കാൻ ദൈവം അങ്ങ് സഹായിച്ചതിനാൽ നന്ദിയോടെ ഒക്കെ വാഴ്ത്തും, സ്തുതിക്കുന്നു. എന്റെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന ലാലു ജേക്കബ് സാറിനെ ഓർത്ത് വിശേഷ പ്രാർത്ഥിക്കുന്നു, ഷാജിക ദാനിയൽ സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന് പങ്കെടുത്ത എല്ലാ സഹോദരന്മാരെയും എല്ലാ ദൈവമക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. അങ്ങയുടെ വചനം പഠിച്ച് കർത്താവെ സ്നാനപ്പെട്ട് രക്ഷിതമായി സ്വീകരിച്ച് അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് കർത്താവെ അഭിഷേകം നിറഞ്ഞു കർത്താവെ അങ്ങേക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുക, അങ്ങയുടെ സാക്ഷികളായി തീരുവാൻ അടികൾ എല്ലാവരെയും അങ്ങ് സഹായിക്കുമാറാണ് കർത്താവെ. ഇത്രത്തോളം ബൈബിൾ കോളേജിനെ അങ്ങ് അനുഗ്രഹിച്ചതായി സ്തോത്രം കർത്താവെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർത്താവെ ഹല്ലേലൂയ പല ടൈം സോണുകളിൽ നിന്ന് കർത്താവെ അങ്ങയുടെ വചന ഹല്ലേലൂയ ദൈവമേ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. ഇത്രത്തോളം അടികളെയൊക്കെ അങ്ങ് സഹായിച്ചതായി സ്തോത്രം കർത്താവെ. ലാലു ജേക്കബ് സാറും കർത്താവെ പുതിയൊരു ഹല്ലേലൂയ വർഷം കൊടുത്തതിനായി സ്തോത്രം കർത്താവെ. കൃപാവരങ്ങളും നിറഞ്ഞു കർത്താവെ. അങ്ങയുടെ വരവെങ്കിലും കർത്താവെ അനേക ആത്മാക്കളെ നേടുവാൻ അങ്ങ് സഹായിക്കുമാറാണ് കർത്താവെ. പ്രവർത്തനങ്ങളെ എല്ലാം അങ്ങ് മാനിച്ചാട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് വർഗീസിനുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. വളരെ ആധികാരികമായി
വചനം പഠിപ്പാൻ കർത്താവ് പ്രിയ ദൈവദാസനെ ഉപയോഗിച്ച് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ആശീർവാദം പറയുന്നതിന് മുൻപ് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യണം. നമ്മുടെ പാസ്റ്റർ ലാലു ജേക്കബിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. നിങ്ങൾ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് വിഷ് ചെയ്യാം. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തായിട്ട് നമുക്ക് എല്ലാവരും അൺമ്യൂട്ട് ചെയ്തായിട്ട് ഹാപ്പി ബർത്ത്ഡേ പാസ്റ്റർ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ പാടാം. Happy birthday. God bless you. Happy birthday. Happy birthday. God bless you. Happy birthday to you. എല്ലാവരും കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. Hallelujah. Happy birthday to Pastor Lalu Jacob. God bless you. കർത്താവ് സഹായിക്കട്ടെ. ദൈവദാസനെ വീണ്ടും പുതുവർഷത്തിൽ ദൈവകൃപകളാൽ നിറയ്ക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആശീർവാദത്തോടെ ഇന്ന് കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിനിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരോട് കൂടെയും അതിനെ പഠിച്ച കർത്താവിന്റെ ദാസനോട് കൂടെയും അതിനെ പഠിച്ച എല്ലാ ദൈവമക്കളോട് കൂടെയും പ്രത്യേകിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രിയ ദേവദാസനോട് കൂടെയും നൂറേക്കും കർത്താവിന്റെ വരവിലെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തേസി എന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. എല്ലാവർക്കും നന്ദി. എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് അനുഗ്രഹിച്ചാൽ നാളെ വൈകിട്ട് നമുക്ക് കാണാം. നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.